എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സ്ത്രീകൾക്ക് മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഉറപ്പ്. മറ്റന്നാൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വുമണുകൾക്കും അന്യ സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾക്കും പൂർണ്ണമായും സൗജന്യമായി ബസ് യാത്ര ആരംഭിക്കുന്നതോടൊപ്പം സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി ഉൾപ്പെടെയുള്ള വൻ പ്രതീക്ഷകളോടെ നടക്കാൻ പോകുന്ന ബജറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലെ 5 ഗ്യാരണ്ടികളിലെ മുഖ്യ ഗ്യാരണ്ടി ആയിട്ടുള്ള സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ ആദ്യഘട്ടം തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഓർഡിനറി ബസ്സുകളിലും പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും സൗജന്യമായി ഇനി യാത്ര ചെയ്യാം. കേരളത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിലെ സ്ത്രീകൾ ഇവിടെ എന്തെങ്കിലും ജോലി ആവശ്യമോ മറ്റോ ഇവിടെ ഉണ്ട് എങ്കിൽ അവർക്കും സൗജന്യമായിട്ട് ഇനി യാത്ര ചെയ്യാവുന്നതാണ്. പ്രിയദർശിനി എന്ന് പേരിട്ടുള്ള പദ്ധതിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പദ്ധതിയുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ 8:30 തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഓരോ പ്രദേശങ്ങളിലും അതാത് ജനപ്രതിനിധികളും ലോക്കൽ ബോഡി ജനപ്രതിനിധികളും ചേർന്ന് പദ്ധതിയുടെ വിപുലമായിട്ടുള്ള കേരളമൊട്ടാകെയുള്ള വിപുലമായിട്ടുള്ള ഉദ്ഘാടന പരിപാടികളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഇത്തരം വാഹനങ്ങളിൽ ഭൂരിഭാഗം വാഹനങ്ങളിലും ഡ്രൈവറും കണ്ടക്ടറും വനിതകൾ തന്നെയായിരിക്കും. ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തെ 3125 ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് പദ്ധതി നടപ്പിലാകുന്നത്. മലബാർ മേഖലകളിൽ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം കുറവാണ്. അത് പരിഹരിക്കാനുള്ള നടപടികളും സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്നാണ് വിവരം. 100 ദിവസത്തിന് ശേഷം മറ്റ് KSRTC ബസ്സുകളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കും എന്നുള്ളതാണ്. പദ്ധതിയിലേക്ക് കൂടുതൽ തുക ബജറ്റിൽ വകയിരുത്തും. നിലവിൽ ഈ പദ്ധതി പ്രകാരം KSRTCക്ക് കൂടുതൽ തുക സംസ്ഥാന സർക്കാർ അനുവദിക്കേണ്ടി വരും. ഇതൊരു നഷ്ടമോ ലാഭമോ നോക്കിയല്ല പദ്ധതി നടപ്പിലാക്കുന്നത് എന്നും ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുന്നത് എന്നും ഉപയോഗിക്കുന്ന സ്ത്രീകളുടെ വരുമാനത്തിൽ 20% വർധനവ് ഉണ്ടാകുമെന്നും ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെ സ്ത്രീകൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളാണ്. വലിയ പ്രഖ്യാപനങ്ങൾ 19-ാം തീയതി വെള്ളിയാഴ്ച നടക്കുന്ന ബജറ്റിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വനിതകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ വീണ്ടും തുടങ്ങുന്നതോടൊപ്പം തന്നെ വാഗ്ദാനം ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിനികൾക്ക്, കോളേജ് വിദ്യാർത്ഥിനികൾക്കുള്ള 1000 രൂപ അത് എല്ലാ മാസവും ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ യുവാക്കൾക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത ഈടുരഹിത വായ്പ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടിയും ലഭിക്കുന്നതാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നമുക്കറിയാം ഇപ്പോൾ 2 മാസത്തേത് കുടിശ്ശികയാണ്. റായി സർക്കാർ ഭരണത്തിന്റെ അവസാന നാളുകളിൽ കൊണ്ടുവരികയും ഫെബ്രുവരിയിലും മാർച്ചിലും മാത്രം വിതരണം ചെയ്ത് നിർത്തലാക്കുകയും ചെയ്ത പദ്ധതിയാണിത്. തുടങ്ങാനാണ് സാധ്യത എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകളെല്ലാം കൃത്യമായിട്ട് വരേണ്ടതുണ്ട്. സൈറ്റ് ആക്റ്റീവ് ആണ് എന്നുള്ളതാണ് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യം. ഗതാഗത വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും രാത്രി കാലങ്ങളിൽ അനധികൃതമായിട്ട് വലിയ പ്രകാശത്തിൽ തെളിയുന്ന ലൈറ്റുകളും മഞ്ഞ ലൈറ്റുകളും പിടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് വിവരം. നിലവിലെ വാഹനത്തിന് ലഭിക്കുന്ന ലൈറ്റിന് പകരം എതിർവശത്തുള്ള ഡ്രൈവറുടെ കാഴ്ച മറക്കുന്ന തരത്തിലുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാകും. ഇൻഷുറൻസ് ഇല്ലാത്ത നിരവധി വാഹനങ്ങൾ ഉണ്ട് എന്നാണ് നമ്മുടെ സംസ്ഥാനത്തെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളുടെയും സെൻസസ് എടുക്കാൻ ഇപ്പോൾ ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും വൻതുക പിഴ ഈടാക്കുകയും പിഴ അടയ്ക്കാത്ത വാഹനങ്ങൾ വിട്ടുകൊടുക്കാതിരിക്കുകയും തുടർന്ന് ലേലം ചെയ്ത് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളും ഉണ്ടാകും എന്നുള്ളതാണ് വിവരം. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾ ഉണ്ട് എങ്കിൽ ഇൻഷുറൻസ് എടുക്കാൻ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ പുക പരിശോധിക്കുന്നതിന് RC ബുക്കും ആധാറുമായിട്ട് ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ്. ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ട് പുക പരിശോധിക്കാൻ കഴിയില്ല. മെയ് 31 കൂടിയിട്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അവസാനിച്ചിരിക്കുകയാണ്. ജൂൺ 1 മുതൽ VBG റാംജി പദ്ധതി അഥവാ വികാസ് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്ന് പറയുന്ന പദ്ധതിയാണ് നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് 1ാം UPA സർക്കാർ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിരവധി പേർക്ക് ആശ്വാസമായിരുന്നു.
ഈ പദ്ധതിയിൽ 100 ദിവസത്തെ തൊഴിലായിരുന്നു ലഭിച്ചിരുന്നത്. ഈ പദ്ധതി ഉടച്ചു വാർക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. നേരത്തെ ഇത് കേന്ദ്ര സർക്കാരിന്റെ പൂർണ്ണമായിട്ടുള്ള ഫണ്ടോടുകൂടിയുള്ള പദ്ധതിയായിരുന്നു എങ്കിൽ ഇനി ഇത് കേന്ദ്രാവിഷ്ഠിത പദ്ധതിയായിട്ടാണ് നടപ്പിലാക്കുക. അതായത് ഏകദേശം പകുതിയോളം 60%, 40% എന്ന അനുപാതത്തിൽ കേന്ദ്രവും സംസ്ഥാനവും ഫണ്ട് എടുക്കണം. പക്ഷേ പൂർണ്ണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിൻ്റെതായിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മഹാത്മാവിന്റെ പേര് ഒഴിവാക്കിക്കൊണ്ടാണ് VBG റാംജി പദ്ധതി ആവിഷ്കരിക്കുന്നത്. സാധാരണഗതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന പല ജോലികളും ഇനി ഉണ്ടാകില്ല. ഉദാഹരണത്തിന് ബണ്ട് നിർമ്മാണം, സ്വകാര്യ മേഖലയിലെ കൃഷി തുടങ്ങിയവ ഒന്നും ഇനി പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തില്ല. പകരം സാധാരണ സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പണികളായിരിക്കും പദ്ധതിയിൽ ഉൾപ്പെടുത്തുക. ഇത് മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലൂടെ ഭവന നിർമ്മാണ പദ്ധതി പോലുള്ളവർക്ക് ലഭിച്ചിരുന്ന തൊഴിലുകളും ഇനി ഉണ്ടാകില്ല. തൊഴിലുറപ്പിലൂടെ ലഭിച്ചിരുന്ന അധിക തൊഴിലുകളും ഇനി ഉണ്ടാകില്ല. പദ്ധതിയുടെ 60% മാത്രമാണ് ഇനി കേന്ദ്രം ഫണ്ടായി നൽകുക. 40% സംസ്ഥാന സർക്കാർ കണ്ടെത്തണം. നടത്തിപ്പ് രീതിയിലും മാറ്റമുണ്ട്. ഡിമാൻഡ് അനുസരിച്ച് തൊഴിലാളികൾ ആവശ്യപ്പെടുമ്പോൾ തൊഴിൽ നൽകുന്നതിന് പകരം നിശ്ചയിക്കുന്ന പരിധിക്ക് വിധേയമായിക്കൊണ്ട് ജോലി സപ്ലൈ അധിഷ്ഠിത സംവിധാനമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും ജൂൺ മാസം മുതൽ പദ്ധതി നടപ്പിലാക്കും എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇതുവരെ പദ്ധതി നടപ്പിലാക്കി തുടങ്ങിയിട്ടില്ല. നിലവിൽ തൊഴിലുറപ്പ് ജോലിയുടെ കാർഡുള്ളവർക്ക്, ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ വീണ്ടും തുറന്നു പോകാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പുതിയ കാർഡുകൾ എടുക്കണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണമോ എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഉടനെ അറിയിപ്പ് ലഭിക്കും. അപ്പോഴെല്ലാം വീഡിയോകളിലൂടെ കൃത്യമായി വിവരങ്ങൾ നൽകുന്നതുമാണ്. അപ്പോൾ പദ്ധതി മാറുകയാണ്. നേരത്തെ നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ലോക്കൽ ബോഡി തീരുമാനിക്കുന്ന ആളുകൾക്ക് ജോലി ലഭിക്കുകയും ഏത് ജോലി എടുക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയുന്ന ഒരു രൂപം ഉണ്ടായിരുന്നു എങ്കിൽ ഇനി അതെല്ലാം കേന്ദ്രം തീരുമാനിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ് എന്നുള്ളതാണ്. 125 ദിവസത്തെ അധിക തൊഴിൽ ദിനം വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും അത് എവിടേക്ക് നടപ്പിലാക്കണം എന്നുള്ളത് നമ്മളെ തദ്ദേശ സ്ഥാപനത്തിനോ തദ്ദേശ വകുപ്പിനോ തീരുമാനിക്കാൻ കഴിയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെൻഷൻ വാങ്ങുന്ന ആളുകൾ രേഖാസമർപ്പണം മറക്കരുത്. ഒരു വിധവാ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ മാർച്ചിന് മുമ്പ് അത് നൽകിയിട്ടില്ല എങ്കിൽ ജൂൺ 30 വരെ അതിനുള്ള അവസരമുണ്ട്. അത് പ്രയോജനപ്പെടുത്തണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. പുതിയ മസ്റ്ററിങ്ങിന്റെ കാലമാണ് ഈ ഒരു സമയം എന്നുള്ളത്. പക്ഷേ ഇതുവരെ സംസ്ഥാന സർക്കാർ മസ്റ്ററിങ് പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം നൽകിയാൽ മതി. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നൽകേണ്ടതില്ല. ഒറ്റ പ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ട് നൽകാത്തവർ മാത്രമാണ് അത് നൽകേണ്ടത്. 2020 ജനുവരി മുതൽ പെൻഷൻ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളവരാരും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ല എന്നും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇന്നത്തെ സ്വർണ്ണവില നോക്കുകയാണ് എങ്കിൽ ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 13,665 രൂപയും പവന് 360 രൂപ കുറഞ്ഞ് 1,09,320 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.